ഓക്കെ, നമ്മൾ ഐഗൺ വെക്ടേഴ്സ് ആണ് പറയുന്നത്. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ലാംഡയും ദെൻ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐഗൺ വെക്ടേഴ്സും ആയിരിക്കും. ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറൈവ് എടുത്തത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതിനപ്പുറം കൊണ്ടുപോയാൽ മതി. എ എക്സ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0. ഈ എക്സിനെ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുകയാണെങ്കിൽ എ മൈനസ് ലാംഡ ഐ x equal to 0. Then ഇത് ഐഗൺ വെക്ടർ ആണ്, ഇത് 0 ആവാൻ പാടില്ല. Then a minus lambda I equal to 0. Determined a minus lambda I equal to 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഐഗൺ വാല്യൂസ് ഒക്കെ കണ്ടെത്തിയത്. ഒന്നുമില്ല, നമ്മൾ വെറുതെ ഐഗൺ വെക്ടേഴ്സ് ഐഗൺ വാല്യൂസ് എവിടുന്ന് വരുന്നു അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ. നമുക്ക് പ്രോബ്ലംസിലേക്ക് തന്നെ കടക്കാം. എ മൈനസ് ലാംഡ ഐ, ഞാൻ ആ എക്സിനെ ഒരു സൈ എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണ്. അതാണ് നമ്മുടെ ഐഗൺ വെക്ടർ ഈക്വൽ ടു 0. നമുക്ക് സൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അൺനോൺ. ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ എ സൈ ഈക്വൽ ടു ലാംഡ സൈ. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ. ഈ എ സൈ ഇത് തന്നെയാണ് എ സൈ ഈക്വൽ ടു ലാംഡ സൈ. ഇതിൽ നിന്നാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വന്നത്. എ സൈ ഈക്വൽ ടു ലാംഡ സൈ. ആ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി. നമുക്ക് എ സൈ ഈക്വൽ ടു ലാംഡ സൈ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ എ സൈ ഈക്വൽ ടു ലാംഡ സൈ ചെയ്താൽ നമുക്ക് ഐഗൺ വെക്ടേഴ്സും ഐഗൺ വെക്ടേഴ്സും കണ്ടെത്താൻ കഴിയും. ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു സൈ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. നമുക്ക് സ്പിൻ മെട്രിക്സ് എടുക്കാം. പോളിസ് സ്പിൻ മെട്രിക്സിൽ സിഗ്മ എക്സ് ഈക്വൽ ടു 0 1 1 0. സിഗ്മ എക്സ് 0 1 0 1 ആണ്. ഇതൊരു 2x2 മെട്രിക്സ് ആണല്ലോ. ഇതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് ആദ്യം കണ്ടെത്തണം. ട്രേസ് ഈക്വൽ ടു ഐഗൺ വാല്യൂസ് കണ്ടെത്താൻ ട്രേസ് ഈക്വൽ ടു 0, ഡിറ്റർമിനന്റ് ഈക്വൽ ടു -1. കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് 1 into -1 അല്ലേ? യെസ്. ദെൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ എക്സ് 0 1 1 0 ഇൻറ്റു psi xy ഈക്വൽ ടു ഫസ്റ്റ് ഐഗൺ വാല്യൂ ഞാൻ എടുത്തു
അറ്റ് ലാംഡ ഈക്വൽ ടു +1 കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ കണ്ടെത്താൻ പോവാണ്. ടു ക്രോസ് ടു മെട്രിക്സ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ചെയ്താൽ മതി. എ സൈ ഈക്വൽ ടു ലാംഡ സൈ. ദെൻ 0 1 1 0 corresponding xy equal to lambda 1 into xy. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും ഇക്വേഷൻ. y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ഐഗൺ വെക്ടർ എഴുതാൻ കഴിയും 1 1. ഇതാണ് നമ്മുടെ ഐഗൺ വെക്ടർ. നമുക്കൊരു ഓപ്പറേറ്റർ എ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂവും ഐഗൺ വെക്ടറും കണ്ടെത്താനായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഓപ്പറേറ്റർ ഇവിടെ പറയുന്നത് പോളി സ്പിൻ മെട്രിക്സ് സിഗ്മ എക്സ് ആണ് തന്നത്. ഇത് പോളി സ്പിൻ മെട്രിക്സ് ആട്ടോ. ദെൻ 0 1 1 0 അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് 1 -1 നമ്മൾ കണ്ടെത്തി. രാവിലെ കുറെ ചെയ്താണല്ലോ. ഇനി ഇത് 2 ക്രോസ് 2 മെട്രിക്സ് ആയതുകൊണ്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. എ സൈ ഈക്വൽ ടു ലാംഡ സൈ എന്ന് ചെയ്താൽ മതി. മറ്റ് ലാംഡ ഈക്വൽ ടു 1 എ സൈ ഈക്വൽ ടു ലാംഡ സൈ. ഞാൻ സൈനെ എക്സ് വൈ എന്ന് എഴുതി. എക്സ് വൈ. ദെൻ ഈ ഇക്വേഷൻ ചെയ്തപ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. സോ നമുക്ക് നമ്മുടെ ഐഗൺ വെക്ടർ എഴുതാം 1 1. അറ്റ് ലാംഡ ഈക്വൽ ടു -1 ആണെങ്കിൽ എ സൈ ഈക്വൽ ടു ലാംഡ സൈ കിട്ടുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ എന്ന് പറയുന്നത് 0 1 1 0 സൈ നമ്മൾ എക്സ് വൈ എന്ന് എടുക്കുകയാണ്. ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് വൈ. ദെൻ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു -5 എന്ന് കിട്ടും. ദെൻ നമ്മുടെ സൈ എന്താണ്? -1 ഇതാണ് നമ്മുടെ സൈ. മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? ഒന്നുമില്ലല്ലോ. ഐഗൺ വെക്ടർ എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. മറിക്കുവാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ ഇത് എഴുതിയെടുക്കാൻ? നമുക്കിപ്പോ കിട്ടിയ ഫസ്റ്റ് വെക്ടർ ψ1 ഈക്വൽ ടു 1 1 ആണ്. സെക്കൻഡ് വെക്ടർ ψ2 ഈക്വൽ ടു 1 -1 ആണ്. ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ എപ്പോഴും ഐഗൺ വെക്ടർ എഴുതുമ്പോൾ അത് നോർമലൈസ് ചെയ്ത് എഴുതാവുള്ളൂ. ഹൗ ടു നോർമലൈസ്? ഞാൻ ഓർത്തോനോർമൽ കണ്ടീഷൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഓർത്തോനോർമൽ കണ്ടീഷൻ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ψ1 ψ2 ഈക്വൽ ടു 0. ഇന്നർ പ്രൊഡക്റ്റ് ψ1 ψ1 ഈക്വൽ ടു 1.
ഇതാണ് ഓർത്തോ നോർമൽ കണ്ടീഷൻ. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ psi1നെയും psi2നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്ര അറിഞ്ഞാൽ മതി. ബാക്കി കെറ്റും ബ്രായും ഒക്കെ, ബ്രാ വെക്ടറും കെറ്റ് വെക്ടറും ഒക്കെ എന്താണ് ക്വാണ്ടം മെക്കാനിക്സിൽ പറയും. ഇന്നർ പ്രൊഡക്റ്റ് തന്നെ എഴുതണമെന്നില്ല. psi1 into psi2 equal to 0, psi1 into psi1 equal to 1. ഈ കണ്ടീഷൻ എടുത്താണ് നമ്മൾ നമ്മളുടെ ഐഗൺ വെക്ടറിനെ നോർമലൈസ് ചെയ്യുക. ലെറ്റ് നമ്മൾ psi1 equal to a constant into 1 1 ആണെന്ന് വിചാരിക്കുക. where a is the normalization constant. then നമ്മൾ നമ്മുടെ നോർമൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കുകയാണ്. psi1 into psi1 which is equal to a into റോ മെട്രിക്സ് 1 1. നമുക്കൊരു റോനെ അല്ലേ കോളത്തിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻറ്റു എ ഇൻറ്റു കോളം മെട്രിക്സ് 1 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എ സ്ക്വയർ വരും. ദെൻ 1 1 into 1 1 ചെയ്യുമ്പോൾ 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അതാണ് നമ്മളുടെ നോർമൽ കണ്ടീഷൻ. ദെൻ എ ഈക്വൽ ടു 1/√2 എന്ന് കിട്ടും. സോ നമ്മൾ നമ്മളുടെ psi1നെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. 1/√2 1 1. നോർമലൈസേഷൻ കണ്ടീഷൻ എടുക്കുക. സെയിം വെക്ടർ ആണെങ്കിൽ psi1 psi1 ഈക്വൽ ടു 1 അല്ലെങ്കിൽ psi2 psi2 ഈക്വൽ ടു 1, ആ കണ്ടീഷനിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം psi1ന് ഒരു കോൺസ്റ്റന്റ് എ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ എനെ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നോർമൽ കണ്ടീഷൻ പറയുന്നത്, ഓർത്തോ നോർമൽ കണ്ടീഷൻ പറയുക, സെയിം പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നെങ്കിൽ, സെയിം വെക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നെങ്കിൽ 1 കിട്ടും, ഡിഫറെന്റ് വെക്ടേഴ്സ് ആണെങ്കിൽ 0 കിട്ടും. അതാണ് ഓർത്തോ നോർമൽ കണ്ടീഷൻ. ഈ ഓർത്തോ നോർമൽ കണ്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടെത്തുക. ഇവിടെ എ ആണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. നമ്മൾ ഓർത്തോ നോർമൽ കണ്ടീഷൻ എടുത്ത് എ കണ്ടുപിടിച്ചു 1/√2. സോ നമ്മളുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും, psi1 equal to 1/√2 1 1. അതുപോലെ തന്നെ psi2 എടുത്ത് നോക്കിയേ. psi2 നമ്മളിവിടെ കണ്ടെത്തിയത് നമ്മളിവിടെ കണ്ടെത്തിയത് 1 - 1 ആണ്. psi2 കണ്ടെത്തിയത് 1 - 1 ആണ്. ദെൻ നമ്മൾ ലെറ്റ് psi2 equal to a constant a into 1 - 1. ദെൻ നോർമൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. നോർമൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് psi2 psi2 which is equal to 1 കിട്ടണം. നമ്മളിത് ചെയ്യുമ്പോൾ a equal to 1/√2 എന്ന് തന്നെ കിട്ടും. ദെൻ psi2 equal to, നിങ്ങൾ ചെയ്ത് നോക്കിയേ, a equal to 1/√2 എന്ന് തന്നെ കിട്ടുന്നില്ലേ നോക്കിയേ. a equal to 1/√2 എന്ന് തന്നെ കിട്ടും. ദെൻ ഫൈനലി നമുക്ക് എഴുതാൻ കഴിയും psi1 equal to 1/√2 1 1, psi2 equal to 1/√2 1 - 1. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്താനാണ്. ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്താൻ നമുക്ക് 2x2 മെട്രിക്സ് ആണെങ്കിൽ a psi equal to lambda psi എടുത്താൽ മതി. കറസ്പോണ്ടിങ് psi ആണ് ഐഗൺ വെക്ടേഴ്സ്. 3x3 മെട്രിക്സ് ആണെങ്കിൽ a - lambda I into psi എന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് കറസ്പോണ്ടിങ് psi കണ്ടെത്തണം. നമുക്ക് അങ്ങനെ പോളി സ്പിൻ മെട്രിക്സ് സിഗ്മ x എടുത്തപ്പോൾ
psi1 ഉം psi2 ഉം 1 1 1 മൈനസ് 1 എന്ന് കിട്ടി. ദെൻ നമ്മൾ അത് നോർമലൈസ് ചെയ്ത് വെച്ചു. അത്രേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. പേജ് മാറ്റുവാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയണേ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. സിഗ്മ വൈ പോളി സ്പിൻ മെട്രിക്സിലെ സിഗ്മ വൈ വൈത്ത് കമ്പോണന്റ് 0 മൈനസ് ഐ 0. ഇതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടെത്തണം. ചെയ്യാം. നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഐഗൺ വാല്യൂസ് കണ്ടെത്താൻ നമ്മൾ രാവിലെ ചെയ്തതാണ്. ഫാത്തിമ ഷെറിനൊന്ന് വരുമോ? ഐഗൺ വാല്യൂസ് നമ്മൾ എങ്ങനെയാ കണ്ടെത്തിയത്? ഡിറ്റർമിനന്റ് നോക്കും, അതുപോലെ തന്നെ ട്രേസും നോക്കും. ഇവിടെ ട്രേസ് എത്രയാ? 0 വരും. ഡിറ്റർമിനന്റോ? ഡിറ്റർമിനന്റ് 1 അല്ലേ? മൈനസ് ഐ സ്ക്വയർ മൈനസ് 1 അല്ല, മൈനസ് 1. ദെൻ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് ഏതൊക്കെയാ? 1 ഉം മൈനസ് 1 വരും. 1 ഉം മൈനസ് 1 വരും. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്തണം കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂസ്. അറ്റ് ലാംഡ ഈക്വൽ ടു -1. നമുക്ക് 2 ക്രോസ് 2 മെട്രിക്സ് ആയതുകൊണ്ട് ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്താൻ എ ഈക്വൽ ടു ലാംഡ സൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്താൽ മതി. ഓക്കെ, ചെയ്തോ, പറഞ്ഞോ. സൈക്ക് നമ്മൾ xy എന്ന് കൊടുക്കും. ഇത് ചെയ്യുമ്പോ എന്ത് കിട്ടും? -iy ഈക്വൽ ടു -x എന്ന് കിട്ടും. Then y equal to xi equal to -y എന്ന് വരും. -ix. iy equal to x. ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ iy equal to x എന്ന് എടുക്കാം, അല്ലെങ്കിൽ y equal to -ix എന്ന് എടുക്കാം, എന്തുകൊണ്ട് എടുക്കാം. ഞാനിവിടെ ആ മൈനസ് വിട്ട് കളഞ്ഞോളൂ. ഓക്കെ, x ഈക്വൽ ടു iy. ദെൻ അപ്പൊ നമുക്ക് സൈ എന്ത് കിട്ടും? psi1. വൈക്ക് നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ എക്സിന് ഐ ആയിരിക്കും. ഓക്കെ, അറ്റ് ലാംഡ ഈക്വൽ ടു 1 ചെയ്തിട്ട് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. 1 ആണോ? അല്ല, 1i ഈക്വൽ ടു വൈക്ക് 1 കൊടുത്താൽ -i കിട്ടും. ഇതാണ് അല്ലേ? ഇതിനെ നോർമലൈസ് ചെയ്യണം. psi1 നോർമലൈസ് ചെയ്ത് ഉത്തരം എന്ന് പറയാവോ? മൈക്കൊന്ന് ഓഫ് ആയിക്കോ. ഇപ്പം ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊരു മെട്രിക്സ് തരും, അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സും ഐഗൺ വാല്യൂസും കണ്ടെത്തണം, ലാംഡയും സൈയും. ഐഗൺ വാല്യൂസ് കണ്ടെത്താൻ നമ്മൾ രാവിലെ കുറെ ചെയ്തതാണ്. ട്രേസും ഡിറ്റർമിനന്റും എടുക്കുക. ഇവിടെ നമ്മൾ ട്രേസ് എടുത്തപ്പോൾ 0, ഡിറ്റർമിനന്റ് എടുത്തപ്പോൾ -1 കിട്ടി. കറസ്പോണ്ടിങ് ഇക്വേഷൻ, ഐഗൺ വെക്ടർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എ സൈ ഈക്വൽ ടു ലാംഡ സൈ. ദെൻ അത് ഇട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കിട്ടി.
psi1 equal to I1, psi2 equal to minus I1. Then normalization condition. Inner product psi1 equal to 1. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഇവിടെ കെറ്റ് psi1, ഈ കെറ്റും കെറ്റ് വെക്ടറും ബ്രാ വെക്ടറും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സ് വരും കേട്ടോ, അപ്പൊ മനസ്സിലായിക്കോളും. കെറ്റ് psi1 ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നേക്കുന്ന I1 എടുക്കാം. കറസ്പോണ്ടിങ് ബ്രാ psi1 ഈക്വൽ ടു ഇതിനെ റോ ആക്കി എഴുതണം, പിന്നെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. അപ്പം മൈനസ് I1. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് psi1 ഈക്വൽ ടു, ദെൻ നമ്മളൊരു കോൺസ്റ്റന്റ് എടുക്കണം ഇവിടെ, നമ്മുടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് a ഇൻറ്റു മൈനസ് I1 ഇൻറ്റു a ഇൻറ്റു I1. which is equal to 1 വരും നോർമലൈസേഷൻ കണ്ടീഷൻ പ്രകാരം. Then a equal to 1 by root 2. ഞാനൊരു എളുപ്പ മെത്തേഡ് പറഞ്ഞുതരാം നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടെത്താവുന്നത്. ഇഫ് നമ്മുടെ psi ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ എ ബി ആണെങ്കിൽ കറസ്പോണ്ടിങ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഈക്വൽ ടു സി എന്ന് ഞാൻ ഇവിടെ എടുത്തു. കറസ്പോണ്ടിങ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് സി ഈക്വൽ ടു 1 by root of a square plus b square ആണ്. ഈ രണ്ടിടത്തും അങ്ങനെ ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും, മോഡ് a square plus b square. 1 by root of mod a square plus b square. എ പ്ലസ് ഐ ബിയുടെ മോഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. എ പ്ലസ് ഐ ബിയുടെ, അതായത് ഇഫ് നമ്മളിപ്പം ഐന്റെ മോഡ് സ്ക്വയർ ആണ് കിട്ടുന്നതെങ്കിൽ അത് 1 കിട്ടും. ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഒരു കോംപ്ലക്സിന്റെ മോഡുലസ് എടുക്കാൻ അറിയില്ലേ? എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാല് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എടുത്താൽ. ദെൻ ഫൈനലി നമ്മുടെ psi1 ഉം psi2 എന്ത് കിട്ടും? 1 by root 2 I1 മൈനസ് I by 1 1 by root 2 ഇങ്ങനെ കിട്ടും. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ എഴുതി വെച്ചോ. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് സി ഈക്വൽ ടു 1 by root ഇൻറ്റു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. നമ്മുടെ വെക്ടർ psi ഈക്വൽ ടു കോളം മെട്രിക്സ് എ ബി ആണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം തരാം. സിഗ്മ z ഈക്വൽ ടു 1 0 0 മൈനസ് 1. അജേഷ് എന്ന് വരും. അജേഷ്
അജേഷ് ആബിദ് ഒന്ന് വരും. ആബിദ് ആബിദ് ഹലോ, നമുക്ക് കേക്കാം. നമുക്ക് ഐഗൺ വാല്യൂവും ഐഗൺ വെക്ടറും കണ്ടെത്തണം. ഐഗൺ വാല്യൂ എങ്ങനെ കണ്ടെത്തും? ട്രേസ് കാണോ? ട്രേസ് ഡിറ്റർമിനന്റോ? 0 ഡിറ്റർമിനന്റ് 0 മൈനസ് 1 മൈനസ് 1 അല്ലേ? മൈനസ് 1 അല്ലേ? 0 മൈനസ് 1 മൈനസ് 1 അല്ല, പ്ലസ് 1 മൈനസ് 1 മൈനസ് 0 അല്ലേ? ഞാൻ തിരിച്ചായി. ഓക്കെ ഡിറ്റർമിനന്റ് -1 ഇതിന്റെ കറസ്പോണ്ടിങ് 1 മൈനസ് 1. ഓക്കെ, ദെൻ ഇനി നമുക്ക് psi1 ഉം psi2 ഉം കണ്ടെത്തണം. കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്താ? a psi equal to lambda psi at lambda equal to -1. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 0 മൈനസ് 1 xy equal to 1 into xy. അപ്പോൾ x equal to -x എന്ന് കിട്ടും. equal to -x. x equal to -x and y equal to y എന്നും കിട്ടും. ഇതിൽ രണ്ടും വേണം. ഇതില് ഏതെങ്കിലും ഒരെണ്ണം 0 എന്ന് എടുക്കുക. അറ്റ് x equal to 0. then x 0 ആവുന്ന സമയത്ത് നമുക്ക് y 0 ആയി കൂടാ. നമുക്ക് x ഉം y ഉം 0 ആയാൽ psi1 എന്ന് പറഞ്ഞാൽ 0 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 0 ആയ ഇങ്ങനെ ഒരു ഐഗൺ വെക്ടർ ഇല്ല. അപ്പൊ നമ്മൾ x 0 എന്ന് എടുക്കുക, കറസ്പോണ്ടിങ് y equal to 1 എടുക്കുക, psi1 equal to 0 1 കിട്ടും. then at lambda equal to 1 ചെയ്യുകയാണെങ്കിൽ xy ഇവിടെ x equal to x എന്ന് കിട്ടും, -y equal to y എന്ന് കിട്ടും. ഞാനിവിടെ y equal to 0 എന്ന് എടുത്തു. y 0 എടുത്താൽ x ന് എന്തെങ്കിലും വാല്യൂ കൊടുത്തേ പറ്റുള്ളൂ. സോ നമ്മൾ 1 0 എന്ന് എടുത്തു. x ഉം y ഉം 0 എന്ന് എടുക്കാൻ കഴിയില്ല. x ഉം y ഉം 0 എന്ന് എടുത്താൽ അവിടെ ഐഗൺ വെക്ടറേ ഇല്ല. ഇവിടുത്തെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എത്രയാ? 1 by root of a square plus b square which is equal to 1 കിട്ടും. അപ്പൊ അത്ര ഉത്തരായി. മൈക്ക് ഓഫ് ആയിക്കോ. ഇവിടെ മൈക്കൊന്ന് ഓഫ് ആയിക്കോളൂ കേട്ടോ. ഇവിടെ നമ്മളിവിടെ ചെയ്തു വന്നപ്പോൾ x equal to -x എന്നും y equal to y എന്നും കിട്ടി. നമ്മൾ ഒരു ക്വാണ്ടിറ്റിക്ക് 0 എന്ന് കൊടുക്കുകയാണ്, മറ്റേ ക്വാണ്ടിറ്റി അപ്പോൾ 0 എന്ന് കൊടുക്കാൻ പാടില്ല, വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കണം. അപ്പൊ നമ്മൾ 1 കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിലേ ഇവിടെ 1 തന്നെ കൊടുക്കണമെന്നുള്ള നിർബന്ധമൊന്നും അല്ല, 1 തന്നെ കൊടുക്കണമെന്നും എല്ലാം തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഏത് വാല്യൂ ഇട്ടാലും അത് നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ
അവസാനം 1 0 എന്ന് തന്നെ കിട്ടും ഐഗൺ വെക്ടർ. നിങ്ങൾ ഇവിടെ 2 എന്ന് ഇട്ടാൽ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് മാറും. ഓക്കെ, ഇനി ഞാൻ 2 പ്രോബ്ലം തരാം, നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെട്രിക്സ് 1 2 2 1. ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്താ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗം തന്നായിരുന്നു. എ ബി ബി എ ആണെങ്കിൽ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എ പ്ലസ് ഓർ മൈനസ് ബി ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള ഐഗൺ വാല്യൂസ് എന്താ 1 പ്ലസ് ഓർ മൈനസ് 2, 3 മൈനസ് 1. കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് നിങ്ങൾ കണ്ടെത്തും. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ചെയ്തോ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തരാം. രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടേക്കാം. ഒരു മിനിറ്റ് നിങ്ങളെ ഇവിടെ റിസൾട്ട് എഴുതി വെക്കണം. ഇവിടെ ഒരു അല്ല വേണ്ട, ഈ പ്രോബ്ലം ചെയ്തിട്ട് എഴുതി വെച്ചാൽ മതി. 2 പ്രോബ്ലം കഴിഞ്ഞ് എഴുതി വെക്കാം. ചെയ്തോ ഉനൈസ് ഒന്ന് വരുമോ? ഹലോ, ഇതിന്റെ സൈവണും സൈറ്റും എന്താ കിട്ടിയേ? ചെയ്തുകൊണ്ടിരിക്കണോ, കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ സ്റ്റെപ്പ് പോലെ പറ. നമുക്കിനി ഐഗൺ വെക്ടർ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും? ലാംഡാസൈ. ഇവിടെ ഏതാ 1 2 2 1. സൈ എന്നുള്ളത് നമ്മൾ xy എന്ന് എടുത്തു. which is equal to 3 into xy. x plus 2y equal to 3x. 2y equal to 3x. അപ്പോൾ 2y equal to 2x എന്ന് കിട്ടും. x equal to y എന്ന് കിട്ടി. then psi 1 equal to എന്ത് എഴുതാം? 1 1. Okay. ഇതിനെ നോർമലൈസ് ചെയ്താലോ 1 square plus 1 by root 2. 1 by root 2. then at lambda equal to -1
1 2 2 1. X1. ഇത് സോൾവ് ചെയ്തപ്പോ എന്താ ഉന്നയിച്ച കിട്ടിയേ? ഉനൈസ് 2y is equal to minus 2x. X equal to minus y. അപ്പൊ നമുക്ക് സൈറ്റ് ഒന്ന് എഴുതാം. 1 minus 1. 1 മൈനസ് 1. അതിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റോ? Same 1 by root 2. ഓക്കെ, ആയിക്കോ. സൗമ്യ ടി എൻ എന്ന് വരുമോ? സൗമ്യ ഒന്നാമത്തെ കഴിഞ്ഞില്ലേ? രണ്ട് ചെയ്തോ? ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ഐഗൺ വാല്യൂസ് എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ വേഗം. ഉപ്പല്ലേ? കിട്ടിയില്ലേ? ചെയ്തോണ്ടിരിക്കും. അല്ല, ഐഗൺ വാല്യൂസ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുക? ട്രേസ് എടുക്കണം. ട്രേസ് അത് കിട്ടി ലാംഡ ഈക്വൽ ടു 2 ചെയ്യുക. ഓക്കെ. ചോദിച്ചു. ഓക്കെ, ഇങ്ങനെയല്ലേ കിട്ടിയതാ? എക്സ് ഈക്വൽ ടു 2x, y ഈക്വൽ ടു y. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരെണ്ണത്തിന് 0 ആയിട്ട് എടുക്കണം. എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക, ദെൻ y ഈക്വൽ ടു 1 എടുക്കുക. കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് ψ1 ഈക്വൽ ടു 0 1. ഓക്കെ, ലാംഡ ഈക്വൽ ടു ഇനി 1 വെച്ച് ചെയ്യണം. x equal to x. X equal to x. 2y equal to y. എക്സ് ഈക്വൽ ടു എക്സും 2y ഈക്വൽ ടു y എന്നും കിട്ടി. ഇവിടെ നമ്മള് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്താലേ നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്താല് y ഈക്വൽ ടു നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. 2y ഈക്വൽ ടു y എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. മറ്റേ കേസിലും അങ്ങനെ തന്നെയാ. എക്സ് ഈക്വൽ ടു 2x സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് 0 ആയേ പറ്റൂ. ക്ലിയർ ആയോ? അപ്പൊ y equal to 0.
മറ്റേ കേസിൽ അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു 0 വന്നേ പറ്റുള്ളൂ. ദെൻ എക്സ് ഈക്വൽ ടു 1 y ഈക്വൽ ടു 0. ഓക്കെ, കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് 1 0 എന്ന് കിട്ടും. ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഇതൊരു നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതിന് മുമ്പ് ചെയ്തത് അതായത് സിഗ്മ ഇസഡ് അതും ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരുന്നു. ഡയഗണൽ മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ഡയഗണൽ മെട്രിക്സ് അതെപ്പോഴും 1 0 0 1 ആയിരിക്കും. ഇഫ് 2 x 2 ആണെങ്കിൽ, 3 x 3 ആണെങ്കിൽ 1 0 0 0 1 0 0 0 1 3 x 3 ആണെങ്കിൽ. ഇതാണ് ഡയഗണൽ മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് എപ്പോഴും. പ്രീവിയസ് പ്രോബ്ലം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ആദ്യം x ഈക്വൽ ടു 2x എന്നാ കിട്ടിയത്. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x ഈക്വൽ ടു 0 എന്ന് കൊടുത്തേ പറ്റൂ. 2y ഈക്വൽ ടു y എന്ന വേറൊരു ഇതിലും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, വേറൊരു വാല്യൂയിലും. ഡയഗണൽ മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. 2 x 2 മെട്രിക്സ് ആണെങ്കിൽ 1 0 0 1, 3 x 3 മെട്രിക്സ് ആണെങ്കിൽ 1 0 0 0 1 0 0 0 1. സാർ ആ ട്രേസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയോ? ഏത് ട്രേസാ? ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. ഈ ഓക്കെ സാർ. അപ്പൊ ഞാൻ ഡിറ്റർമിനന്റ് 2 ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാ 1ഉം അല്ല 3 ഇട്ടിട്ട് എങ്ങനെയാ 1ഉം 2 എടുത്തേ? അത് നമ്മൾ ആലോചിച്ചെടുക്കണം. ഇവിടെ ഡിറ്റർമിനന്റ് 2 വന്നപ്പോൾ 2 × 1 2ഉം 1ഉം എടുക്കാം. ആ 2ഉം 1ഉം ഈ ട്രേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. 2 + 1 3 വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഡിറ്റർമിനന്റ് സമ്മ കിട്ടണം നമുക്ക് ട്രേസ്. ഐഗൺ വാല്യൂസിന്റെ സം ആയിരിക്കും ട്രേസ്, ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ഡിറ്റർമിനന്റ്. ഓക്കെ സാർ. ഇനി നമുക്ക് ഒരു 3 x 3 മെട്രിക്സ് എടുക്കാം. 3 x 3 മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്താൻ si ഈക്വൽ ടു ലാംഡ സൈ എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ si മൈനസ് ലാംഡ സൈ പ്രീവിയസ് പേജ് ഒന്ന് കാണിച്ചു തരുമോ? ഓക്കെ, മാറ്റിക്കോ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ഇതായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ എല്ലാം എടുക്കുന്നത്, ലീനിയർ ഇക്വേഷൻ. ദെൻ si ഈക്വൽ ടു ലാംഡ സൈ. നമ്മളിവിടെ സൈനെ വെളിയിലേക്ക് എടുക്കുകയാണെങ്കിൽ a മൈനസ് ലാംഡ ഐ, ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ ഇൻറ്റു സൈ ഈക്വൽ ടു 0. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചാണ് ഒരു 3 x 3 മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് നമ്മൾ കണ്ടെത്തുക. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എഴുതിയെടുത്തോട്ടോ, അടുത്ത പേജിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
1 1 3 1 5 1 3. ഓക്കെ, ആദ്യം നമ്മൾ ഇതിന്റെ ഐഗൺ വാല്യൂസ് കണ്ടെത്തണം. ഐഗൺ വാല്യൂസ് കണ്ടെത്താൻ ട്രേസും ഡിറ്റർമിനന്റ് എടുത്താൽ മതി. ട്രേസ് ഈക്വൽ ടു 7, ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ പറയണേ. -36 കിട്ടും. ദെൻ -36 എന്ന് പറഞ്ഞാല് -36 6 into -6 ആണ്. -6 നെ 3 into -2 എന്ന് എഴുതാം. ദെൻ 6 into 3 into -2 എന്ന് പറഞ്ഞാൽ -36. Then 6 plus 3 minus 2 എന്ന് പറഞ്ഞാൽ 7. നമ്മുടെ ട്രേസും ഡിറ്റർമിനന്റും ഈ 3 വാല്യൂസും വാലിഡ് ചെയ്തു. λ1 equal to 6, λ2 equal to 3, λ3 equal to -2. Then നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ a minus lambda I, ഡിറ്റർമിനന്റ് a minus lambda I ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ a minus lambda I into psi equal to 0. a minus lambda I കണ്ടെത്തണം. a എന്ന് പറഞ്ഞാൽ 1 1 3 1 5 1 3 1 1 മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ ഇൻറ്റു psi equal to 0. Then 1 minus lambda 1 3 1 5 minus lambda 1 3 1 1 minus lambda. a minus lambda I into psi x y z equal to 0. At lambda equal to 6, ഈ ഇക്വേഷനിൽ ലാംഡയ്ക്ക് മുഴുവൻ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ -5 1 3 1 -1 1 3 1 -5 into x y z equal to 0. Then ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1-2 ഇക്വേഷൻസ് കിട്ടും. 5x plus y plus 3z equal to 0. x minus y
പ്ലസ് ഇസഡ്. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമുക്കൊരു മെത്തേഡ് ഉണ്ട് എളുപ്പത്തിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3x പ്ലസ് വൈ മൈനസ് 5z 0 ഈ ഇക്വേഷന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മും പ്രൊഡക്റ്റും അങ്ങനെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ സോൾവ് ചെയ്യാം. ബട്ട് ഒരു എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്, ZXY മെത്തേഡ്. നമ്മൾ ZXY എന്ന് എഴുതണം. ഓർഡർ Z ആദ്യം വരണം, പിന്നെ XY. ദെൻ എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതണം, വൈയുടെ കോഎഫിഷ്യന്റ്, ഇസഡിന്റെ കോഎഫിഷ്യന്റ്, ദെൻ എക്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അതേപോലെ സെക്കൻഡ് ടേം 1 മൈനസ് 1 1 1. ഓക്കെ. ZXY മെത്തേഡ് ചെയ്യുമ്പോൾ ZXY മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം ZXY എഴുതണം, പിന്നെ കോഎഫിഷ്യന്റ് എഴുതണം, -1 1 3 -5 1 -1 1 1. ദെൻ Z ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിറ്റർമിനന്റ് -5 -1 ഈക്വൽ ടു X ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു Y ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിറ്റർമിനന്റ്. ദെൻ നമുക്ക് നമ്മുടെ ZXY നെ ഇങ്ങനെ എഴുതാം. സോറി, നമ്മുടെ ഐഗൺ വെക്ടർ XYZ നെ അതിന്റെ ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയാൽ മതി, 4 8 4. ദെൻ ഇതിനാണെങ്കിൽ കോമൺ ആയിട്ട് കുറയ്ക്കാലോ. 4 വെച്ച് കുറയ്ക്കുവാണെങ്കിൽ 1 2 1 ഇങ്ങനെ ഇട്ട് ഉത്തരം. ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ്. ഇതിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എടുത്താൽ C ഈക്വൽ ടു 1/√(1 square plus 2 square plus 1 square) ഈക്വൽ ടു 1/√6 എന്ന് കിട്ടും. ഈ ZXY മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻസ് എടുക്കാം. ഞാൻ ആദ്യത്തെ രണ്ടാമത്തെ എടുത്തു, കറസ്പോണ്ടിങ് ZXY. ദെൻ കോഎഫിഷ്യൻസ് എഴുതി ഓർഡറിൽ -5 1 3 -5 1 3. ദെൻ ഫസ്റ്റ് കോഎഫിഷ്യന്റ് റിപ്പീറ്റ് ചെയ്തു -5. അതേപോലെ രണ്ടാമത്തെ ടൈം 1 -1 1. ദെൻ ഫസ്റ്റ് കോഎഫിഷ്യന്റ് റിപ്പീറ്റ് ചെയ്തു. അത് തമ്മിൽ ഡിറ്റർമിനന്റ് ഇസഡിന്റെ ഡിറ്റർമിനന്റ് Z ഡിവൈഡഡ് ബൈ 5 -1 X divided by 1 minus of -3 4 Y divided by 3 minus of -5 8 അങ്ങനെ കിട്ടും. അതാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യാം. 484നെ 4 വെച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്താൽ മതി, 1 to 1 കിട്ടും.
മെത്തേഡ് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അറ്റ് ലാംഡ ഈക്വൽ ടു 3 ചെയ്യാം. at lambda equal to 3, then a minus lambda I into psi equal to 0 എന്ന ഇക്വേഷനിൽ lambda equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2 1 3 1 3 1 3 1 -2 into x y z is equal to 0 minus 2x plus y plus 3z equal to 0 x plus 3y plus z equal to 0. Then zxy method ചെയ്യുകയാണെങ്കിൽ -2 1 3 -2 1 3 1 1, then z divided by -6 -1 -7 is equal to x divided by -8 which is equal to y divided by okay. Then x y z equal to Sir, sir 1 2 1 അല്ലേ വരിക സെക്കൻഡ് റോ 5 minus 3 ചെയ്യുമ്പോൾ 2 ഒരു മിനിറ്റ് എവിടെയാ the second row at lambda equal to 3 ഓ കൊടുക്കുമ്പോൾ സോറി മനസ്സിലായി 5 2 1 അല്ലേ ഓക്കെ ഇവിടെ 2 വരും 1 2 വരും ഓക്കെ z divided by -5 -5 ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ ഇനി എന്ത് എഴുതണം zxy z ഈക്വൽ ടു ഇതിൽ വേണമെങ്കിൽ ഞാൻ ഓക്കെ ഇങ്ങനെ എഴുതാം -5 5 -5. ഞാൻ ഇതിൽ നിന്നെല്ലാം -5 എടുത്ത് കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ഇതിൽ നിന്ന് നമുക്കൊരു കോമൺ ടേം എടുത്ത് കളയാം. ഇത്ര പറഞ്ഞാൽ മതി -1 1 -1 കിട്ടും. ഇതിന്റെ കറസ്പോണ്ടിങ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് 1/√3. Then psi equal to 1/√3 -1 1 -1. ഇത് കഴിഞ്ഞോട് ലാംഡ ഈക്വൽ ടു 2 എടുത്ത് ചെയ്യുക. ഈ പ്രോബ്ലത്തിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് ചോദിക്കുക. ബാക്കിയുള്ളവർ ലാംഡ ഈക്വൽ ടു 2 എടുത്ത് ചെയ്യും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? zxy മെത്തേഡ് എടുത്തതിന് ഡൗട്ട് ഉണ്ടോ? -2 അല്ലേ? ലാംഡ ഈക്വൽ ടു -2 ആയിരുന്നോ? -2
അതെ, ലാംഡ ഈക്വൽ ടു -2 എടുത്ത് ചെയ്യും. ഈ മെത്തേഡിൽ ഇതുവരെ ചെയ്തതിൽ ആർക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സി എന്ന് പറയും. സി സി എന്ന് പറഞ്ഞാല് നമ്മുടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. ഒരു വെക്ടർ കിട്ടിയാൽ ABC, നമ്മൾ അതിനെ നോർമലൈസ് ചെയ്തിട്ടായിരിക്കും സാധാരണ എഴുതുക. ഇഫ് നോർമലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർ പ്രൊഡക്റ്റ് ψ1 ψ1 ഈക്വൽ ടു 0 ആണ്. ഇന്റർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ബ്രാ ψ1 എന്ന് പറഞ്ഞാൽ റോ മെട്രിക്സ് ABC ഇൻറ്റു കോളം മെട്രിക്സ് ABC. ഇത് ചെയ്യുമ്പോൾ 1 കിട്ടണം. ചില പ്രോബ്ലത്തിൽ നമ്മുടെ വെക്ടർ നോർമലൈസ് ആയിരിക്കില്ല, നമുക്ക് കിട്ടുന്ന ഐഗൺ വെക്ടർ നോർമലൈസ് ആയിരിക്കില്ല. അപ്പൊ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് k നിങ്ങൾ എടുക്കുക. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ψ1 ψ1 ചെയ്യുമ്പോൾ ഇവിടെ ഒരു k² വരും. k² ഇൻറ്റു a² പ്ലസ് b² പ്ലസ് c² ഈക്വൽ ടു 1 കിട്ടും. ദെൻ നമ്മുടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് k² ഈക്വൽ ടു 1/√of a² പ്ലസ് b² പ്ലസ് c² കിട്ടും. അത് തന്നെയാണ്, അല്ല സോറി, k ഈക്വൽ ടു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് k ഈക്വൽ ടു 1/√of a² പ്ലസ് b² പ്ലസ് c² കിട്ടും. അതാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഒന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. നമ്മൾ അതാണ് ഇവിടെ ചെയ്തത്. നമുക്ക് -1 1 -1 എന്നുള്ളൊരു വെക്ടർ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് സി എന്ന് ഞാൻ ഇവിടെ എടുത്തു, ഈക്വൽ ടു 1/√of ഫസ്റ്റ് എലമെന്റ് a² പ്ലസ് b² പ്ലസ് c² ഈക്വൽ ടു 1/√6 അല്ലേ, √3 അല്ല, √6 1/1 പ്ലസ് 4 പ്ലസ് 1 ഈക്വൽ ടു 1/√6. സർ ആ 4 എങ്ങനെയാ വന്നേ? അല്ല, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണല്ലേ. സോറി, ഇത് വേറെ ക്വസ്റ്റ്യനാ. ഓക്കെ, അതാ സാർ എനിക്കും ഡൗട്ട് പറ്റേ അവിടെ കണ്ടപ്പോ. സോറി, ഈക്വൽ ടു 1/√3. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ZXY മെത്തേഡോ ചെയ്യുന്നതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാംഡ ഈക്വൽ ടു -2 കിട്ടിയോ? അതേര എന്ന് വരും, അതേര. അതേര സൗണ്ട് കേൾക്കണില്ല, ഒന്ന് ഉറക്കെ പറയോ? ഹലോ. ലാംഡ ഈക്വൽ ടു -2 ചെയ്ത് കിട്ടിയോ? ഓ ഹലോ. പറഞ്ഞോ. ലാംഡ ഈക്വൽ ടു -2 ചെയ്തപ്പോ കിട്ടിയോ? ലാംഡ ഈക്വൽ ടു -2. കേക്കുന്നുണ്ട്, ഇപ്പൊ കേക്കുന്നുണ്ട്. ഉത്തരം എന്താ കിട്ടിയത്? ഹലോ, ഉത്തരം എന്താ കിട്ടിയേ? ചെയ്തു. എക്സ് വന്നിട്ട് -20 -20 എക്സ് പറഞ്ഞോ. ഇങ്ങനെയാണോ കിട്ടിയേ? y0 എക്സ് സെഡ് 20. ഓക്കെ, നമുക്ക് ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ട് 20 എടുക്കാൻ കഴിയും. അപ്പോൾ -1 0 1 എഴുതാം. ഓക്കെ, ഇതിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് 1/√2.
ഓക്കെ, ഇത് ചെയ്തവർക്ക് അടുത്ത പ്രോബ്ലം തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. അരുൺ ആ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞോണ്ടിരിക്കുക സാർ. എന്നാ ആയിക്കോ. അഞ്ജിത കഴിഞ്ഞോ? അഞ്ജിത സുധാകരൻ കഴിഞ്ഞ പ്രോബ്ലം കഴിഞ്ഞാണോ? ലാസ്റ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം ചെയ്യാം. ഇതിന്റെ ഐഗൺ വാല്യൂസ് പറയണം വേഗം. ഈ മെട്രിക്സ് എന്ത് മെട്രിക്സാ? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് ഡയഗണൽ എലമെന്റ്സ് തന്നെയായിരിക്കും. അപ്പർ അല്ല, ഏത് ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും, അപ്പർ ഓർ ലോവർ. λ1 is equal to 3, λ2 is equal to 2, λ3 is equal to 5. ഓക്കെ, അറ്റ് ലാംഡ ഈക്വൽ ടു 3 നമുക്ക് ഐഗൺ വെക്ടർ കണ്ടെത്തണം. നമ്മൾ 3x3 മെട്രിക്സിന്റെ ഐഗൺ വെക്ടർ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? 3x3 മെട്രിക്സ് ആണെങ്കിൽ അതെങ്ങനെ ഐഗൺ വെക്ടർ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? ഇൻറ്റു സൈ ഈക്വൽ ടു 0. ഈ a മൈനസ് ലാംഡ ആദ്യം എഴുതി വെക്കണം. അപ്പൊ 3 മൈനസ് ലാംഡ 1 4 0 2 minus lambda 6 0 0 5 minus lambda into x is it x y z equal to 0. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. അറ്റ് ലാംഡ ഈക്വൽ ടു 3 എന്ത് വരും? 0 1 4 0 minus 1 6 0 0 2 into x y z is equal to 0. x y z. So y plus 4z equal to 0 y plus minus 1 minus y plus 6z is equal to 0 2z is equal to 0. 2z equal to 0. 2z equal to 0 എന്ന് പറഞ്ഞാൽ z equal to 0 അല്ലേ? ഓക്കെ, z equal to 0 എന്ന് പറഞ്ഞാൽ y plus 4z equal to 0, y equal to 0 അല്ലേ? ഇവിടെ നമുക്ക് x നെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഐഗൺ വെക്ടർ എന്നുള്ളത് 1 0 0 എന്ന് എടുക്കാം. x equal to 0 എന്ന് എടുക്കാൻ കഴിയില്ല, കാരണം x equal to 0 എന്ന് എടുത്താൽ അവിടെ അങ്ങനെ ഒരു ഐഗൺ വെക്ടർ ഇല്ല എന്നാണ് അർത്ഥം. നമുക്ക് ψ1 ഈക്വൽ ടു 1 0 0 എന്ന് എടുക്കാം. എക്സിനെ കുറിച്ച് നമുക്ക് ഡേറ്റ ഒന്നും ഇല്ല, അതുകൊണ്ട് x ഈക്വൽ ടു 1 നമ്മൾ എടുത്തു. മനസ്സിലായോ അഞ്ജിത? മൈക്ക് ഓഫ് ആയിക്കോ. അഞ്ജലി ജോയ് ഒന്ന് വരുമോ? ഇവിടം വരെ എത്തിയതാണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐഗൺ വെക്ടർ കണ്ടെത്താം. ലാംഡ ഈക്വൽ ടു 2. ലാംഡ ഈക്വൽ ടു 2. അപ്പോൾ a എന്ത് വരും? 1 1 0 0 6 0 0 0 0 0 0 യാ? 2 sorry 5 minus 3 x y z. ഓക്കെ,
ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 3z equal to 0 എന്ന് കിട്ടും. That means z equal to 0. Then x plus y plus 4z equal to 0. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു, ഇത് 0 ആയി പോയി. Then x plus y equal to 0, x equal to minus y. Then corresponding equation psi 2 equal to 1 minus 1 minus 1 0. ഇതിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് 1/√2. 1/√2. ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. അബ്ദുൽ ബാസിത്ത് ഒന്ന് വരുമോ? ബാസിത്ത് ഇവിടം വരെ എത്തിയോ? അപ്പൊ ഇനി ലാംഡ ഈക്വൽ ടു 5 വെച്ച് കണ്ടെത്താം. -2 ഒരു മിനിറ്റ്. Lambda equal to 5. Then -2, 1, 4, 0, -3, 6, 3 0, 0 0 equal to x, y, z. Then -2x plus y plus 4 z is equal to 0 -3x -3y plus -3y plus z equal to 0. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് z equal to 3y എന്ന് എഴുതാം. z equal to 3y മേളിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ -2x പ്ലസ്, ഇവിടെ ഒന്നും ZXY മെത്തേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും സാധാ മെത്തേഡിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ. y പ്ലസ് സർ ആ അവിടെ ഇങ്ങനെ -3y plus z ആയി 6z അല്ലേ? y equal to 2z ആയിരിക്കും. ഓക്കെ, ഇവിടെ 6z അല്ലേ? ആ സോറി, y ഒന്നുകൂടെ y equal to 2z അല്ലേ? -3y plus 6z equal to 0. y equal to 2z എന്ന് കിട്ടും. y equal to 2z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2x plus 2z plus 4z equal to 0, -2x plus 6z equal to 0, x equal to 3z എന്ന് കിട്ടും. നമുക്ക് psi 1 എഴുതാം. psi 3 അല്ലേ? y equal to 2z, x equal to 3z. ഞാൻ z ന് 1 എടുത്തു. Then y 2 ആയിരിക്കും, x 3 ആയിരിക്കും. ഇതിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് √14. ഇങ്ങനെയാണ് ഉത്തരം കിട്ടിയത്. ചെയ്ത് കഴിഞ്ഞൊരു ഇങ്ങനെയാണ് ഉത്തരം കിട്ടിയെന്ന് പറയോ? ഇങ്ങനെയല്ലേ? ഇതുപോലെ തന്നെ. ആ ശരി. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ മറ്റൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. പുതിയ ടോപ്പിക് ഇല്ല. ഞാൻ ഹോംവർക്ക് തരാം, നിങ്ങൾ എഴുതിയെടുത്തിട്ട്
പറഞ്ഞാൽ മതി, ചെയ്താൽ മതി. A equal to -2 1 1 first question. Second question. ഷമീല മൈക്ക് ഒന്ന് ഓണാക്കോ? ഹലോ, നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ലാംഡ സ്ക്വയർ മൈനസ് സോറി, ഡിറ്റർമിനന്റ് കണ്ടെത്താനല്ല, ഐഗൻ വാല്യൂ കണ്ടെത്താൻ. ഓക്കെ. 2x2 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് 3x3 അല്ലേ? 2x2 ആണെങ്കിൽ എങ്ങനെയാ? 2x2 ആണെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ലാംഡ ട്രേസ് ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് 0. 3x3 ആണെങ്കിലോ? ലാംഡ ഇങ്ങനെ നോക്കിയാൽ മതി. 3x3 ആണെങ്കിൽ 3 എണ്ണം ഉണ്ട്. അപ്പം ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ലാംഡ സ്ക്വയർ പ്ലസ് കോഫാക്ടർ കോഫാക്ടർ ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നമ്മൾ ട്രേസും ഡിറ്റർമിനന്റ് എടുത്തിട്ട് കണ്ടെത്തൂലോ. അതായത് x1 ഇൻറ്റു y എക്സ്, നമ്മൾ ട്രേസ് എടുക്കും ദെൻ ഡിറ്റർമിനന്റ് എടുക്കും. നമ്മൾ എന്നിട്ട് ലാംഡ1 ഇൻറ്റു ലാംഡ2 ഇൻറ്റു ലാംഡ3 ഏതാണ് വരുന്നതെന്ന് നോക്കിയാണല്ലോ കണ്ടെത്തുക. ഇഫ് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ. ഷമീല ഓഫ് ആക്കിയോ? ഞാനിപ്പോ തന്നൊരു ഹോംവർക്കിൽ ചിലപ്പോ അങ്ങനെ വന്നേക്കും. ഈ 3 പ്രോബ്ലം എഴുതിയെടുത്തിട്ട് നിങ്ങൾ ലീവ് ചെയ്തോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. 3 പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നിൽക്കിട്ടോ.
സാർ ഈ അവസാനം പറഞ്ഞ ആ ഇക്വേഷൻ എന്തിനുള്ള ഇക്വേഷൻ ആണ് സാറേ? ലാംഡ കണ്ടെത്താൻ ഞാൻ രാവിലെ പറഞ്ഞു തന്നായിരുന്നല്ലോ. രാവിലെ ഇല്ലായിരുന്നു. ഒരു മിനിറ്റ്. അല്ല ലാംഡ കണ്ടെത്താനാണ് പിന്നെ നമ്മൾ എങ്ങനെ ലാംഡ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ? അല്ല നമ്മള് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എങ്ങനെയാ സോൾവ് ചെയ്യുക ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? അതേപോലെ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇങ്ങനെ ചെയ്യാലോ. അതെ, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം ചെയ്യാം. അല്ലെങ്കിൽ അത് ചെയ്താൽ മതി. അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിന് മുമ്പ് കണ്ടെത്തിയ മെത്തേഡ് വെച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ഈ ഇക്വേഷൻ എടുക്കണം. ഡൗട്ട് ഉള്ളവര് നിൽക്കുക. ചോദിച്ചോ. നമ്മള് ഈ ഏഗൻ വാല്യൂ കണ്ടിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളത് നോർമലൈസ്ഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ നോർമലൈസ്ഡ് ചെയ്യുന്നത് എന്തിനാണ്? സാധാരണ നമ്മൾ ആ വെക്ടർ ആക്കി എഴുതിയാ പോരെ? അത് നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ തന്നെ എഴുതിയാൽ മതിയായിരിക്കും. ഈ ക്വാണ്ടം മെക്കാനിക്സിലാണ് ഈ നോർമലൈസേഷന്റെ ആവശ്യം വരിക. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് നോർമലൈസ് ചെയ്തേ പറ്റൂ, ആവശ്യമുണ്ട്. പിന്നെ ചിലപ്പം മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ആൻസർ വരുമ്പോൾ അവർ നോർമലൈസ് ചെയ്തായിരിക്കും തരിക. ഞാൻ ഈ നോർമലൈസ് ചെയ്തത് എങ്ങനെയാന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ക്വാണ്ടം മെക്കാനിക്സ് ഇത് എന്തായാലും നോർമലൈസ് ചെയ്തേ പറ്റൂ, അത് പഠിച്ചേ പറ്റൂ, അത്രേ ഉള്ളൂ. ചോദിച്ചോ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ 1002 പറഞ്ഞൊരു പ്രോബ്ലം. അപ്പം നമ്മൾ ചെയ്യുമ്പോ ട്രേസ് ആദ്യം കാണും, ട്രേസ് 3. ഇതാണോ 1002 ആദ്യം തുടക്കത്തില് 1002. അതില് അപ്പൊ അതില് നമ്മള് ട്രേസ് 3 കിട്ടും, ഡിറ്റർമിനന്റ് 2 കിട്ടും. അങ്ങനെ നമുക്ക് എന്താ ലാംഡ ഈക്വൽ ടു 2 1 അല്ലേ വരിക. പക്ഷെ നമ്മള് മറ്റേ ഇക്വേഷൻ ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0 മറ്റേ നമുക്ക് സാധാ മറ്റേ ഇക്വേഷൻ പ്ലസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. അത് ചെയ്യുമ്പോൾ മൈനസ് 3 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ മൈനസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0. സെയിം അല്ലേ? ലാംഡ ഈക്വൽ ടു 2 1. ലാംഡ ഈക്വൽ ടു ഡയറക്റ്റ് മൈനസ് 2 മൈനസ് 1 എടുത്തു. മനസ്സിലായി. താങ്ക് യു സർ. സർ നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ കണ്ടില്ലേ? അതില് നമുക്ക് കിട്ടി ലാംഡ ഈക്വൽ ടു 2 കൊടുക്കുമ്പോ ലാംഡ ഈക്വൽ ടു 2 എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വായിച്ചു കളയാം. ഇക്വേഷൻ x പ്ലസ് y പ്ലസ് 4z ഈക്വൽ ടു 0 ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ 6y ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. 6y ഈക്വൽ ടു 0 യോ? 6y ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. അപ്പം 6y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ y 0 ആയേ പറ്റൂ. 6y ഈക്വൽ ടു 0. ഓക്കേ, അപ്പൊ y 0 ആയാൽ x ഈക്വൽ ടു 4z മീൻസ് x ഈക്വൽ ടു മൈനസ് 4z കിട്ടൂലേ? അപ്പൊ വേറെ ഏഗൻ വെക്ടർ അല്ലേ കിട്ടുക? സേവ് ചെയ്തത് z നാണ് 0 കൊടുത്തത്, കാരണം 3z ഈക്വൽ ടു 0 എന്ന് വരുന്നുണ്ട്. ലാംഡ ഈക്വൽ ടു 2 ചെയ്തപ്പം ഞാൻ z നാണോ 0 കൊടുത്തത്? സർ z ആണ് 0 കൊടുത്തത്. അല്ല അവിടെ z ആ 0. ഒരു പോലെ ലാംഡ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ മെട്രിക്സ് എങ്ങനെയാവും? 1 1 4 0 0 6 0 0 3. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. x പ്ലസ് 5 പ്ലസ് z 4z ഈക്വൽ ടു 0. രണ്ടാമത് ചെയ്യുമ്പോൾ 6z ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്. 6y ഈക്വൽ ടു 0.
ഇങ്ങനെയല്ല ഓക്കെ ഇപ്പൊ മനസ്സിലായി. ലെഫ്റ്റ് ആയിക്കോളൂട്ടോ. അജയ് ചേട്ടാ ഹലോ. ഇതുവരെ റെഡിയാക്കിയില്ലേ? ഭയങ്കര അരപ്പാണ്. ഞാൻ ലാപ്ടോപ്പിൽ കയറിയതുകൊണ്ടാണ് ഇതിന് രാവിലെ പിള്ളേരുടെ ക്ലാസ് ഒക്കെ തലവേദനയുണ്ട്. ലാപ്ടോപ്പിൽ ചെയ്യണപ്പോ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് കേട്ടോ. എനിക്ക് മനസ്സിലായി, ചോദ്യം ചോദിക്കാതിരിക്കാനല്ലേ. ഞാൻ മിക്സി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെ, ചോദ്യം ചോദിക്കുമ്പോ അപ്പൊ മിക്സി ഉണ്ടാക്കും. അല്ല ഞാൻ നോർമലൈസേഷൻ നമ്മൾ എന്തിനാ ഇടുന്നത്? എല്ലാ കണ്ടീഷനിലും വരും. നമുക്ക് ഈ പ്രോബ്ലത്തിൽ നോർമലൈസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മള് ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഐഗൺ വെക്ടർ ഒക്കെ കണ്ടെത്താൻ പറയുമ്പോൾ നോർമലൈസ് ചെയ്തേ പറ്റൂ. കാരണം ക്വാണ്ടം മെക്കാനിക്സിൽ നോർമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അത് ക്വാണ്ടം മെക്കാനിക്സിൽ അത് ചെയ്യണം. ഇവിടെ അപ്പൊ ഞാൻ കുഴപ്പമില്ല. ഞാൻ മറ്റേ 3x3 കണ്ടു. ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ടിന്റെ വിളിക്കാം. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെവിടെയാണ്?